everyone, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 36th lecture on the subject Strategic Cost and Management Accounting. This lecture is based on process costing applications, which is the second module in the subject Strategic Cost and Management Accounting for semester 3 students of MCOM. In previous lecture, we were discussing about the third head of problems on equivalent production, that is when there is opening as well as closing work in progress with no process losses. And we have discussed one method under this head, and that is average cost method. In this lecture, we are going to discuss a problem on average cost method under this head. We are going to discuss the question. From the following details, prepare statement of equivalent production, statement of cost, statement of evaluation and process account by following average cost method. തന്നിരിക്കുന്ന ഡീറ്റെയിൽസിൽ നിന്നും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വലൻറ്റ് പ്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്യണം, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് പ്രിപ്പയർ ചെയ്യണം, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ പ്രിപ്പയർ ചെയ്യണം, ആൻഡ് ദെൻ പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ആവറേജ് കോസ്റ്റ് മെത്തേഡ് ഫോളോ ചെയ്തിട്ടാണ് ഇതെല്ലാം പ്രിപ്പയർ ചെയ്യേണ്ടുന്നത്. ഓക്കെ, ആൻഡ് ദ ഡീറ്റെയിൽസ് ആർ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് 2000 യൂണിറ്റ്സ്. ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് എത്രയാണ്? 2000 യൂണിറ്റ്സ് ആണ്. ദെൻ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ കോസ്റ്റ് ആണ് ഇനി കൊടുത്തിരിക്കുന്നത്. മെറ്റീരിയൽസ് 100% കംപ്ലീറ്റ് ₹7,500, ലേബർ 60% കംപ്ലീറ്റ് ₹3,000, ഓവർഹെഡ് 60% കംപ്ലീറ്റ് ₹1,500. അപ്പോൾ 2000 യൂണിറ്റ്സ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസും തന്നിട്ടുണ്ട്, അതിൻ്റെ കോസ്റ്റും തന്നിട്ടുണ്ട്. മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ്, ലേബറിൻ്റെ കോസ്റ്റ്, ഓവർഹെഡിൻ്റെ കോസ്റ്റ്. ഓക്കെ, യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ പ്രോസസ് 8000. പ്രോസസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത യൂണിറ്റ്സ് 8000 ആണ്. 8000 യൂണിറ്റ്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പ്രോസസ്സിൽ. ദെൻ ദർ ആർ 2000 യൂണിറ്റ്സ് ഇൻ പ്രോസസ് ആൻഡ് ദ സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ ഈസ് എസ്റ്റിമേറ്റഡ് ടു ബി. അതായത് പ്രോസസ്സിൽ ഇപ്പോൾ 2000 യൂണിറ്റ്സ് ഉണ്ട്, അതായത് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണത്. ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഇപ്പോൾ 2000 യൂണിറ്റ്സ് ആണ് പ്രോസസ്സിലുള്ളത്. ആൻഡ് ദ സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ ഈസ് എസ്റ്റിമേറ്റഡ് ടു ബി. ദെൻ ആ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ ആണ് പറയുന്നത്. മെറ്റീരിയൽ 100%, ലേബർ 50%, ഓവർഹെഡ്സ് 50%. 8000 യൂണിറ്റ്സ് ആർ ട്രാൻസ്ഫർ ടു ദ നെക്സ്റ്റ് പ്രോസസ്. 8000 യൂണിറ്റ്സ് അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ദ പ്രോസസ് കോസ്റ്റ്സ് ഫോർ ദ പീരീഡ് ആർ. പ്രോസസ് കോസ്റ്റുകൾ നോക്കാം. മെറ്റീരിയൽ 1 lakh, ലേബർ 78,000, ഓവർഹെഡ്സ് 39,000. ഓക്കെ, നമുക്ക് സൊല്യൂഷൻ നോക്കാം. ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വലൻ്റ് പ്രൊഡക്ഷനാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കാം. പ്രൊഡക്ഷൻ, യൂണിറ്റ്സ്, മെറ്റീരിയൽസ്, ലേബർ ആൻഡ് ഓവർഹെഡ്സ്. നമ്മൾ പറഞ്ഞതാണ് ഇക്വലൻ്റ് പ്രൊഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ യൂണിറ്റ്സ് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കത്തില്ല. ഫിനിഷ്ഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് യൂണിറ്റ്സിൻ്റെ അകത്ത് അത് ഇൻക്ലൂഡഡ് ആണ്, അങ്ങനെയാണ് എടുക്കുക എന്ന് പറഞ്ഞതാണ്. സോ നോക്കാം, ഫിനിഷ്ഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് 8000 യൂണിറ്റ്സ് ആണ് ക്വസ്റ്റ്യനിലുണ്ട്. ഈ 8000 യൂണിറ്റ്സും ഫിനിഷ്ഡ് ആൻഡ് ട്രാൻസ്ഫേർഡ്, അതായത് കംപ്ലീറ്റഡ് ആണ്, പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞിട്ടാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ എന്ന് പറയുന്നത് 100% ആയിരിക്കും മെറ്റീരിയൽസിൻ്റെ കേസിലും ലേബർ ആൻഡ് ഓവർഹെഡ്സിൻ്റെ കേസിലും. സോ നോക്കാം, ഫിനിഷ്ഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് യൂണിറ്റ്സ് 8000, മെറ്റീരിയൽസ് പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ 100, ഇക്വലൻ്റ് യൂണിറ്റ്സ് 8000, ലേബർ ആൻഡ് ഓവർഹെഡ്സിലും പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ 100, ഇക്വലൻ്റ് യൂണിറ്റ്സ് 8000. ക്ലിയർ? ദെൻ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ യൂണിറ്റ്സ് 2000 ആണ്. ദെൻ അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ ക്വസ്റ്റ്യനിലുണ്ട്. ക്വസ്റ്റ്യൻ നോക്കിയാൽ അറിയാം. മെറ്റീരിയൽസ് 100% ആണ്. സോ 2000ൻ്റെ 100% കംപ്ലീറ്റ് ആകുമ്പോൾ ഇക്വലൻ്റ് യൂണിറ്റ്സ് 2000 ആണ്. ദെൻ ലേബർ ആൻഡ് ഓവർഹെഡ്സിൻ്റെ കേസിൽ, ലേബറിൻ്റെ കേസിലും 50%, ഓവർഹെഡ്സിൻ്റെ കേസിലും 50%. അപ്പോൾ 50% ആണ് ലേബർ ആൻഡ് ഓവർഹെഡ്സിൽ കംപ്ലീഷൻ ആയിട്ടുള്ളത്. ലേബറിന് 50%, ഓവർഹെഡ്സിന് 50%. സോ 2000ൻ്റെ 50% എന്ന് പറയുന്നത് 1000. ഇക്വലൻ്റ് യൂണിറ്റ്സ് 1000 ആണ്. ഓക്കെ, ദെൻ യൂണിറ്റ്സിൻ്റെ ടോട്ടൽ എടുക്കുമ്പോൾ 10,000, മെറ്റീരിയൽസിൻ്റെ ഇക്വലൻ്റ് യൂണിറ്റ്സിൻ്റെ ടോട്ടൽ എടുക്കുമ്പോൾ 10,000, ലേബർ ആൻഡ് ഓവർഹെഡ്സിൻ്റെ ഇക്വലൻ്റ് യൂണിറ്റ്സിൻ്റെ ടോട്ടൽ എടുക്കുമ്പോൾ 9,000. ക്ലിയർ? ഇക്വലൻ്റ് പ്രൊഡക്ഷൻ ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഇക്വലൻ്റ് പ്രൊഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്തു.
ഇക്വലൻറ്റ് യൂണിറ്റ്സ്, ഇക്വലൻറ്റ് പ്രൊഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ തിയറി പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു കോസ്റ്റ് ഓഫ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സും ആ ഒരു കറണ്ട് പീരീഡിലെ കോസ്റ്റും കൂടി മെർജ് ചെയ്യുമെന്ന്. സോ നമുക്ക് നോക്കാം. മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്സ്. കോസ്റ്റ് ഓഫ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ കോസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നോക്കാം. ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് 2000 യൂണിറ്റ്സിൽ മെറ്റീരിയൽസിൻ്റെത് 7500, അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദെൻ ലേബറിൻ്റെത് 3000, ഓവർഹെഡ്സിൻ്റെത് 1500. ഓക്കെ. ദെൻ കോസ്റ്റ് ഇൻകേർഡ് ഡ്യൂറിങ് ദ പ്രോസസ്സ്. ആ പ്രോസസ്സിൻ്റെ ടൈമിൽ ഇൻകർ ആയിട്ടുള്ള കോസ്റ്റ് നോക്കാം. അതും ക്വസ്റ്റ്യനിലുണ്ട്. ദ പ്രോസസ് കോസ്റ്റ് ഫോർ ദ പീരീഡ് ആർ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ലാസ്റ്റ് നോക്കാം. മെറ്റീരിയൽ 1 lakh, ലേബർ 78,000, ദെൻ ഓവർ ഹെഡ്സ് 39,000. അപ്പോൾ ഈ രണ്ട് കോസ്റ്റ് കൂടി മെർജ് ചെയ്യാൻ പോവുകയാണ്. ദെൻ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് മെറ്റീരിയലിൻ്റെ കേസിൽ 7,500ഉം 1 lakhഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 1,07,500. ദെൻ ലേബറിൻ്റെ കേസിൽ 3,000ഉം 78,000ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 81,000. ദെൻ ഓവർഹെഡ്സിൻ്റെ കേസിൽ 1,500ഉം 39,000ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 40,500. പിന്നെ നമ്മൾ പഠിച്ചു ഈ മെർജ് ചെയ്ത ടോട്ടൽ കോസ്റ്റ്, ഈ രണ്ട് കോസ്റ്റും കൂടി മെർജ് ചെയ്യുമ്പോൾ കിട്ടുന്ന ടോട്ടൽ കോസ്റ്റിനെ ഇക്വലൻറ്റ് യൂണിറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടും. സോ ടോട്ടൽ കോസ്റ്റിനെ ഇക്വലൻറ്റ് യൂണിറ്റ്സ് എന്താണ്? ഇക്വലൻറ്റ് യൂണിറ്റ്സ് നമ്മൾ കഴിഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ കണ്ടുപിടിച്ചതാണ്. നോക്കാം. മെറ്റീരിയലിൻ്റെ കേസിൽ നോക്കുക 10,000, ദെൻ ലേബറിൻ്റെ കേസിൽ 9,000, ഓവർഹെഡ്സിൻ്റെ കേസിലും 9,000. ഓക്കെ. ദെൻ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടെത്താനായിട്ട് ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വലൻറ്റ് യൂണിറ്റ്സ് എന്ന് പറയുന്ന ഫോർമുല എടുക്കുന്നു. ദെൻ ടോട്ടൽ കോസ്റ്റ് മെറ്റീരിയലിൻ്റെ കേസിൽ 1,07,500 ആണ്. അതിനെ ഇക്വലൻറ്റ് യൂണിറ്റ്സ് ആയ 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് മെറ്റീരിയലിന് ₹10.75 കിട്ടും. ദെൻ ലേബറിൻ്റെ കേസിൽ ടോട്ടൽ കോസ്റ്റ് 81,000 ആണ്. അതിനെ ഇക്വലൻറ്റ് യൂണിറ്റ്സ് ആയ 9,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് ₹9 കിട്ടും. ദെൻ ഓവർഹെഡ്സിൻ്റെ കേസിൽ ടോട്ടൽ കോസ്റ്റ് 40,500 ആണ്. അതിനെ ഇക്വലൻറ്റ് യൂണിറ്റ്സ് ആയ 9,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4.50 കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടും. ഓക്കെ. അപ്പോൾ 3 എലമെൻസിൻ്റെയും കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടെത്തി. ദെൻ നോക്കിക്കേ, മെറ്റീരിയലിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റായ 10.75ഉം ലേബറിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റായ 9ഉം ഓവർഹെഡ്സിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റായ 4.50 കൂടി ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ₹24.25. ഓക്കെ. അടുത്തത് ചെയ്യാനുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ നോക്കാം. ഫസ്റ്റ്, വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ട്രാൻസ്ഫർ ചെയ്ത ഔട്ട്പുട്ടിൻ്റെ വാല്യൂ കണ്ടെത്താൻ പോവുകയാണ്. 8,000 യൂണിറ്റ്സ് ആണ് ട്രാൻസ്ഫർ ചെയ്തത് അറ്റ് ദ റേറ്റ് ₹24.25. ഈ 24.25 എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റിൽ മെറ്റീരിയൽസിൻ്റെയും ലേബറിൻ്റെയും ഓവർഹെഡിൻ്റെയും കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടെത്തിയതിൻ്റെ ടോട്ടലാണ്. ഓക്കെ. അതവിടെ കാണിച്ചിട്ടുണ്ട്. ₹24.25. 24.25 എന്ന് പറയുന്നത് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ആയ മെറ്റീരിയൽസിൻ്റെയും ലേബറിൻ്റെയും ഓവർഹെഡിൻ്റെയും ഒക്കെ കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ ടോട്ടലാണ്. 8,000 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ₹24.25. അതായത് 8,000 യൂണിറ്റ്സിനെ 24.25 പെർ യൂണിറ്റ് വെച്ചിട്ട് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ട്രാൻസ്ഫേർഡ് വരുന്നത് 1,94,000 ആണ്. 8,000 ഇൻറ്റു 24.25 ചെയ്യുമ്പോൾ 1,94,000 ആണ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ട്രാൻസ്ഫേർഡ് കിട്ടുന്നത്. ദെൻ വാല്യൂ ഓഫ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ വാല്യൂ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 2,000 യൂണിറ്റ്സ് ആണ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. ദെൻ അതിൻ്റെ സ്റ്റേജ് ഓഫ് കംപ്ലീഷനും ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. മെറ്റീരിയൽസ് 100% കംപ്ലീറ്റ് ആയി എന്നാണ് അതിനകത്ത് കിടക്കുന്നത്. സോ മെറ്റീരിയൽസ് 2,000 തന്നെയാണ്. അതായത് 2,000 യൂണിറ്റ്സ് അതിൻ്റെ 100%ഉം മെറ്റീരിയൽസ് കംപ്ലീറ്റഡ് ആണ്. സോ 2,000ൻ്റെ 100% 2,000 യൂണിറ്റ്സ് തന്നെയാണ് അറ്റ് ദ റേറ്റ് ₹10.75. അതായത് 10.75 എന്ന് പറയുന്നത് പെർ യൂണിറ്റ് കോസ്റ്റ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റിൽ മെറ്റീരിയൽസിന് കണ്ടെത്തിയതാണ്. സോ 2,000 അറ്റ് ദ റേറ്റ് ₹10.75. ദെൻ 2,000 ഇൻറ്റു 10.75 21,500 കിട്ടും. ദെൻ ലേബറിലെയും ഓവർഹെഡിലെയും
ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ 50% വീതമാണ്. ലേബർ 50%, ഓവർ ഹെഡ്സ് 50%. സോ 2000-ൻ്റെ 50% വീതം. ലേബറിന് 2000-ൻ്റെ 50% ആയ 1000, ഓവർ ഹെഡിനും അതുപോലെ തന്നെ 2000-ൻ്റെ 50% 1000. സോ ലേബർ ₹9. ഈ കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മൾ കഴിഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റിൽ കണ്ടെത്തിയിരുന്നു. സോ ലേബറിൻ്റെ കോസ്റ്റ് വരുന്നത് 1000 ₹9 വെച്ചിട്ട് 9000 rupees. ദെൻ ഓവർ ഹെഡിൻ്റെത് 1000 4.50 വെച്ചിട്ട് 4500. ദെൻ അതിൻ്റെ ടോട്ടൽ വാല്യൂ ഓഫ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത് 35,000 വരും. ഓക്കെ, നേരത്തെ കണ്ടെത്തിയ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ട്രാൻസ്ഫേർഡ് 1,94,000 വാല്യൂ ഓഫ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് 35,000 രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 2,29,000 ആണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷനിൽ ടോട്ടൽ വരുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് പ്രോസസ് അക്കൗണ്ട് കൂടി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ പ്രോസസ് അക്കൗണ്ട് നോക്കാം. യൂണിറ്റ്സ് കോളം ഉണ്ട്, എമൗണ്ട് കോളവും ഉണ്ട്. സോ നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് തന്നിരിക്കുന്നത്. നമ്മൾ പ്രോസസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ യൂണിറ്റ്സ് ആണ്. ആ 2000-ൻ്റെ കോസ്റ്റ് തന്നിരിക്കുന്നത് നോക്കാം. മെറ്റീരിയൽസിന് 7,500, ലേബറിന് 3,000, ഓവർ ഹെഡിന് 1,500. മൂന്നിൻ്റെയും കൂടി ടോട്ടൽ എടുക്കുമ്പോൾ 12,000 rupees ആണ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ എമൗണ്ട് കോളത്തിൽ വരുന്നത്. ദെൻ മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 8,000 ആണ്. യൂണിറ്റ്സ് 8,000. ദെൻ അതിൻ്റെ കോസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദ പ്രോസസ് കോസ്റ്റ് ഫോർ ദ പീരീഡ് 6 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. മെറ്റീരിയൽ കോസ്റ്റ് 1 lakh ആണ്. ദെൻ ലേബർ കോസ്റ്റ് 78,000. ദെൻ ഓവർ ഹെഡ്സ് 39,000. ഓക്കെ, ദെൻ ക്വസ്റ്റ്യനിലുണ്ട് ദെയർ ആർ 2,000 യൂണിറ്റ്സ് ഇൻ പ്രോസസ്. ഈ 2,000 യൂണിറ്റ്സ് എന്ന് പറയുന്നത് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. സോ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് പ്രോസസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ്. ബൈ വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് 2,000 ആണ് യൂണിറ്റ്സ്. അതിൻ്റെ കോസ്റ്റ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷനിൽ കണ്ടെത്തി 35,000. ദെൻ പ്രോസസ് അക്കൗണ്ടിൻ്റെ ബാലൻസിങ് ഫിഗർ അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ഓക്കെ, ബൈ ഫിനിഷ്ഡ് സ്റ്റോക്ക് ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. യൂണിറ്റ്സ് 8,000 ആണ്. ദെൻ അതിൻ്റെ കോസ്റ്റ് നമ്മളിപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷനിൽ കണ്ടെത്തി 1,94,000. അതുകൂടി ആകുമ്പോൾ അക്കൗണ്ട് ടാലി ആകും. ഓക്കെ, വി വിൽ ഡിസ്കസ് ദ നെക്സ്റ്റ് മെത്തേഡ് ഇൻ ദ നെക്സ്റ്റ് ലെക്ചർ. താങ്ക് യു.